Rana Rana. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. എന്താണ് സ്പെഷ്യൽ ഡേ? നമ്മളൊരു സാധനം വാങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് പാറുട്ടിക്ക് ഗോൾഡ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പേരിടുന്ന സമയത്ത്. അതൊരു നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ചട്ടപ്പട്ടയെന്ന് പോയി ഒരു രാത്രി പോയി എന്തൊക്കെയോ നമ്മളിത് ചെയ്തു പോകുന്നതാണ്. പിന്നെ പാറുട്ടി ഭയങ്കര ചെറുതല്ലായിരുന്നു. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ഒരു സാധനം എടുക്കണമെന്ന് തന്നെ വിചാരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് അതിനാണ് പോണത്. എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. അപ്പൊ നമ്മൾ പോണത് എവിടേക്കാന്ന് വെച്ചാല് തൃശ്ശൂർക്കാണ്. അപ്പൊ അവിടെ പോകാൻ കാരണം കേരള മാനുഫാക്ചേഴ്സ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നല്ല പണിക്കൂലി കുറവും അതുപോലെ തന്നെ കുറെ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അത് വെച്ചിട്ടാണ് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പൊ എന്തായാലും ഞാനൊരു ഫുൾ വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ എന്താ മേടിക്കാൻ പോകണമെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കാം. കുറെ കാലമായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കണത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വിചാരിച്ച മാതിരി അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പാറുട്ടി ഇവിടെ ഉറങ്ങിക്കെടുക്കുക. അപ്പൊ ഞങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ട് ആളെടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം. ചേച്ചിയുടെ കരിമണി മിക്സ് ചെയ്ത് ഒരു ചെയിൻ മാതിരി കരിമണി ചെയിൻ അപ്പൊ അത് ഞങ്ങൾ കുറെ ആയിട്ട് എടുക്കണം വിചാരിക്കണം. അതായത് ഇവിടെ അതിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മളിവിടെ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ മേടിക്കണേ നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഉണ്ണിയാവയ്ക്ക് ഒരു എന്തായാലും പറയാ കരിമണി പോലത്തെ ആ ഒരു ബ്രേസ്ലെറ്റ് അല്ല, അതിനൊരു വളാന്നൊക്കെ പറയാം, കണ്ടിട്ടില്ലേ ആ ഒരു സംഭവമാണ്. പാറുട്ടിയെ ഇല്ല ഇത് ഫുള്ളും ഉണ്ണികൾക്കുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് കൂടി. ഇതിന്റെ വെയിറ്റ് വരുന്നത് 4 ഗ്രാം ആണ്. സ്റ്റോൺ വെയിറ്റ് നമ്മൾ ഇതിനകത്ത് റെഡ്യൂസ് ചെയ്യും. ഒരു 3.5 ആണ് ഇതിന്റെ നെറ്റ് ഗോൾഡ് വെയിറ്റ് തന്നെ വരും. ബോൾസ് ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മാനുഫാക്ചർ പൊതുവെ കുറവാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ആൾമോസ്റ്റ് ഒരു 70% ഓർണമെന്റ്സ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ അസോസിയേഷനിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഗോൾഡിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന്റെ ഇടയിൽ ഒരു നമുക്കതിനനുസരിച്ച് വേറെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങള് അങ്ങനെയൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. പബ്ലിസിറ്റി തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ഒരു എൻക്വയറീസ് വരുന്നുണ്ട്, റിക്വയർമെന്റ്സ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മളത് ഒരു മാരേജിനൊക്കെ ഉള്ളതിനാകുമ്പോൾ നല്ലൊരു പുറമേ നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യണേക്കാൾ ബെറ്റർ നമ്മൾ ഈ ഹോൾസെയിലേക്ക് ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ റിക്വയർമെന്റ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിനോട് മാച്ചായിട്ട് സ്റ്റോൺസ് വെച്ച് ചെയ്യണമെന്ന് പറയും. നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതില് നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ.
ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ ഉണ്ണിയുടെ കൈമ്പ് നമ്മള് വളയിടുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകുന്നുണ്ട്. അപ്പൊ ഇതാവുമ്പോ അങ്ങനെ കിടന്നോളും നല്ല ഭംഗിയായിട്ട്. നല്ല രസമല്ല നമ്മുടെ പാർട്ടിയുടെ കൈമ്പ് അങ്ങനെ കിടക്കുന്നതാണ്. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് കൈ വണ്ണം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതില് കണ്ണികളുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇടാം. അപ്പൊ ഇത് നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പാറുട്ടിക്ക് ഇത് മേടിച്ചപ്പോ അമ്മൂട്ടിക്ക് കുറെ ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് എന്തായാലും പോവാന്ന് വിചാരിക്കാം കേട്ടോ. കുറെ അധികം കളക്ഷൻസ് വന്നപ്പോ തന്നെ കണ്ടു. അപ്പൊ എല്ലാം ഒന്ന് വിശദമായിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി, അതിന് ശേഷം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ. അവിടെയൊക്കെ നടന്ന് നമ്മളങ്ങനെ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ അങ്ങനെ ജ്വല്ലറി ഒന്നും എടുക്കാൻ പോവാറില്ല. വല്ലപ്പോഴും ഒരിക്കൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം. ഇതും അങ്ങനെ തന്നെയാണ്. പാറുട്ടിക്ക് അങ്ങനെ ഒരു സാധനം വേണമെന്ന് ആ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇറങ്ങിയത്. അപ്പം ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് നടന്ന് കണ്ടു. അപ്പോഴേ നമ്മുടെ ഇവിടെ വന്ന ഉണ്ണിയാവയ്ക്ക് വളെടുത്തപ്പോൾ നമ്മുടെ അമ്മൂട്ടിക്ക് ഒരു ആഗ്രഹം അവൾക്കും കാണണം. അവളുടെ ഒരു ഏജിൽ പെട്ടവർക്കും അതേപോലെ ടീനേജേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. ഇത് കിഡ്സിന്റെ ഇതാണോ? അതെ, കിഡ്സിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ്. ഇത് കിഡ്സിന് മാത്രമല്ല, ഇത് ടീനേജേഴ്സിന് പറ്റിയതാണ്. കിഡ്സിനും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അതെ കുറച്ചാണ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്തൊക്കെ എന്താണോ തണുപ്പ് തട്ടിയിട്ടെന്ന് അറിയില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഉണ്ണിയോണ്ട് നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ ബ്രസ്റ്റ് മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ജ്വല്ലറീസ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക മനസ്സിനൊന്ന് പിടിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ദേ ഇവിടെ അങ്ങനെ ഓരോ ജ്വല്ലറീസ് നമുക്ക് കാണാൻ പറ്റും ബ്രസ്റ്റ് മിൽക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് അത് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു കാലിൻ്റെ ഉള്ളിലിതേ രസല്ലേ കാണാൻ. അപ്പം നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് തരും. നമ്മുടെ ടീനേജേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള കിടിലൻ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ റിങ് തന്നെ നമുക്ക് ഒരു വളയായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഏത് അളവിൽ വേണമെങ്കിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേസ്ലെറ്റ് പോലെ അല്ലെങ്കിൽ വള പോലെ നമുക്കത് യൂസ് ചെയ്യാം. റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഒക്കേഷൻ അനുസരിച്ചും നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് നമുക്കിത് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു വളയായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല നമുക്കിതൊരു എന്താ പറയുക ടൈറ്റ് ആയിട്ട് നമുക്കൊരു ബ്രേസ്ലെറ്റ് മാതിരി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്കിതൊരു എന്താ പറയാ മോതിരായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെ, മൂന്നായിട്ടും ചെയ്യാം. ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ്. അല്ല ഞാൻ ഇതിപ്പോ ഇവിടെ ആദ്യമായിട്ട് കാണട്ടെ. ഞാൻ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ ജ്വല്ലറി അങ്ങനെ എടുക്കാൻ പോവാറില്ല. നമുക്ക് ഇങ്ങനെ മനസ്സിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പോവാറുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളായിട്ട് എന്തായാലും എല്ലാം ഷെയർ ചെയ്യണം തോന്നി. അതാണ് ഇപ്പൊ ഇങ്ങനെ ഓരോ വിഭാഗമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാട്ടോ. കാരണം എന്താ വെച്ചാല് എല്ലാം നമുക്കിപ്പോ എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാ ഐറ്റംസും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വന്നിട്ട് 4 ഗ്രാമിന്റെ ഒരു നെക്ലസ് ആണ് വരുന്നത് കേട്ടോ. 4 ഗ്രാം. അപ്പൊ ഇതാ കണ്ടില്ലേ നല്ല ഭംഗി, ഡിസൈനൊക്കെ സൂപ്പറാണ്. നമ്മള് മനസ്സിന് വിചാരിക്കണ പോലത്തെ കാര്യങ്ങളെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മള് ആദ്യമായിട്ട് നമ്മൾ ഉണ്ണിയാവയ്ക്ക് നമ്മുടെ ഗോൾഡ് എടുക്കാനായിട്ട് പോയപ്പോ നമുക്ക് ഇത്ര കളക്ഷൻ കണ്ടില്ല. പക്ഷെ അന്ന് തിരക്കായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കാര്യം അറിയണ്ടായിരുന്നില്ല. ഇത് റോളക്സിന്റെ ടൈപ്പ് ഒരു ചെയിൻ ആണ് ഇത് വരുന്നത്. ഇത് യെല്ലോ ഷൈനിങ്ങിനേക്കാളും കൂടുതൽ റോസ് ഗോൾഡിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഇപ്പോ യെല്ലോ ഗോൾഡ് കഴിഞ്ഞു, വൈറ്റ് ഗോൾഡ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ട്രെൻഡിങ് റോസ് ഗോൾഡ് ആണ്. ഇപ്പൊ ജെൻസിനും റോസ് ഗോൾഡിൽ കിട്ടാവുന്ന ഓർണമെന്റ്സുകളാണ് ഇപ്പൊ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ റോസ് ഗോൾഡിലാണ് ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോസ് ഗോൾഡിൽ ജെൻസിനുള്ള ടൈപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ കാറ്റഗറി ഉള്ളവർക്കും, അതായത് സാധാരണക്കാർക്കും എല്ലാവർക്കും, അപ്പൊ ഞാൻ എന്നെ അപേക്ഷിച്ച് നമ്മളിങ്ങനെ വളരെ കുറച്ച് ജ്വല്ലറിയൊക്കെയാണ് എടുക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇനി നോക്കാന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ മൂക്കുത്തിയോർക്ക് കുറച്ച് എന്താ പറയാ പ്രാന്ത് കൂടുതലാവും. നമ്മുടെ ഈ മൂക്കുത്തി പല പല കളക്ഷൻസ് അപ്പൊ എനിക്ക് തന്നെ ഉണ്ട് 3-4 അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡയമണ്ടിന്റെ കളക്ഷൻസ് ഉണ്ടെന്ന് അവര് പറഞ്ഞു. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം, നമുക്ക് പറ്റണതാണെങ്കിൽ എടുക്കാം.
എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ ഇതേ എടുത്ത് വെച്ചു കുറേ കളക്ഷൻസ്. അപ്പോൾ ഇതല്ല ഇനിയുണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിൽ ഏതെടുക്കണേന്ന് എന്താ പറയുക, നമുക്ക് ആ ഒരു കൺഫ്യൂഷനായി. കാരണം എന്ന് വെച്ചാൽ കുറേ അധികം കളക്ഷൻ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ആയിട്ട്. നമുക്ക് ചെറുതാണെങ്കിൽ ചെറുത് വലുത് വരെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, ക്രേസാണ് നമ്മുടെ നോസ് പിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനൊന്നും പറ്റില്ല, കാരണം കുറേ കളക്ഷൻസ് കണ്ടിട്ട് കളിച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ പാർട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പേന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എന്താ പറയാ, അപ്പോൾ നിങ്ങൾക്കൊക്കെ നോസ് പിന്നൊക്കെ നിങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ഡയമണ്ട് ഒക്കെ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരണം കേട്ടോ. കാരണം അത്രയധികം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. നമുക്ക് ചെറുത് തുടങ്ങിയിട്ട് എന്താ പറയുക, വലിയ നോസ് പിന്നെ ഇഷ്ടമുള്ളവർക്ക് വരെയുള്ള എല്ലാ ടൈപ്പും ഉണ്ട്. ഡയമണ്ടിൻ്റെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുള്ള, പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സെറ്റായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, നൈസായിട്ടുള്ള ചെയിനും സ്റ്റോണൊക്കെ ആയിട്ട് ഈ ഇരിക്കുന്നതൊക്കെ. അത് ബാംഗിൾസ് ആണ് വരുന്നത്, ടിഷ്യൂ ടൈപ്പ് ബാംഗിൾസ് ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം. ഇത് കണ്ട സിമ്പിൾ ആയിട്ടൊക്കെ ഇവിടെ കിടക്കും. വളരെ സിമ്പിൾ ആട്ടോ, നല്ല സിമ്പിൾ ആണെന്നാ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. വേറെ 4 ഗ്രാമിലെ ഒരു 3/4 പവന്റെ ഒക്കെ ഒരു വള മേടിക്കുന്ന ആ റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ. ഡയമണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് മാത്രല്ല കേട്ടോ, എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് കേട്ടോ. നമ്മുടെ ടീനേജേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 100% ക്യാഷ് ബാക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറേ അധികം എന്താ പറയുക ഹെവി ആയിട്ടുള്ള വാളയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിളായിട്ട് എന്താ നല്ല ലുക്കായിട്ടൊക്കെ പറ്റിയ കാര്യങ്ങളാണ്. അതെ, ചെറുതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടുത്തെ ആ ഒരു കസ്റ്റമറിനെ കെയർ ചെയ്യുന്ന രീതിയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടീനെ കണ്ടു, സംസാരിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അവർ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. പിന്നെ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുറേ അധികം സംസാരിച്ചു കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വെഡ്ഡിങ്ങിന് തന്നെയാണ്, പർച്ചേസിങ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നമുക്ക് പറ്റുന്ന, നമ്മുടെ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജ്വല്ലറി ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഇതുവരെ അധികം ഇട്ടിട്ടുമില്ല. लागे नहीं कहीं ओ नजरिया लागे नहीं कहीं നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് പോന്നാൽ മതി എന്ന് തോന്നില്ലേ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്താൽ കേട്ടോ. നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു, ഇതേ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ച് സംഭവം നമ്മൾ ബില്ല് ചെയ്ത് മേടിച്ചു ക്ലിയർ ആക്കിയിട്ട്. അപ്പോൾ കേരള മാനുഫാക്ചേഴ്സ് ജ്വല്ലറി തൃശ്ശൂരിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒക്കേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫെസ്റ്റീവ് സീസൺ അല്ല, അപ്പോൾ നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. പ്ലസ് നമുക്ക് 5 പേർക്ക് ഗോൾഡ് ഡയമണ്ടിൻ്റെ റിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടാവോ അല്ലേ, നമുക്ക് ഇട്ടോക്കാം. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഗോൾഡും അതുപോലെ തന്നെ ഡയമണ്ടൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു വീഡിയോസിലെ കാര്യങ്ങളൊക്കെ, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വരിക. അതായത് നമ്മുടെ കേരള മാനുഫാക്ചറിംഗ് ജ്വല്ലറി തൃശ്ശൂരാണ്. അപ്പോൾ വരിക, പർച്ചേസ് ചെയ്യാം കേട്ടോ.
അപ്പൊ അതെ അമ്മൂട്ടി ഇട്ടെടുക്കാം കേട്ടാ. ഇട്ടെടുക്കാമോ? പെട്ടെന്ന് ഇട്ടോ, പെട്ടെന്ന് ഇടാൻ പറ്റുന്നല്ലോ. നമുക്ക് ഇങ്ങനെ അകത്തിയിട്ട് ഇട്ടെടുക്കാൻ പറ്റണം കേട്ടാ. പിന്നെ കണ്ണി ഉണ്ട്, അത് അച്ഛൻ ടൈറ്റ് ആക്കിക്കോളും. അപ്പൊ നമ്മുടെ കൈ ഇട്ടു. കുറച്ച് വലിപ്പുണ്ടല്ലേ? കുറച്ച് വലിപ്പല്ലേ? ഓ പാറുട്ടിക്ക് വലിയ പോസായിട്ടാ. നോക്കാം കണ്ടാ കണ്ടാ ചിരിക്കുന്നു. അപ്പോ നമ്മുടെ ജ്വല്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാർക്കും നമ്മുടെ പോലുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ പോയി മേടിക്കാൻ പറ്റണതാ. നല്ലൊരു നമുക്ക് അവര് നമ്മളെ എന്താ പറയാ ആ ഒരു ഹാൻഡിൽ ചെയ്യണതും ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടും ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റും. അപ്പൊ നിങ്ങളിങ്ങനെ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെന്തായാലും ചെറിയ രീതിയിലൊക്കെ ജ്വല്ലറി നമ്മൾ എടുക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പോവാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാ സെക്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുകയും ചെയ്യാം അല്ലെ. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഫോട്ടോ കാണിച്ചെടുത്ത് അതുപോലെ ഫോട്ടോ കാണിച്ചെടുത്ത് അതുപോലെ ഉണ്ടാക്കി തരും. ലൈറ്റ് വെയിറ്റ് ആയിട്ടും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടും. ഇപ്പൊ നമ്മള് വിവാഹത്തിന് അധികം ജ്വല്ലറി ഒന്നും ഇടുന്ന ഒരു ടൈപ്പ് ഇപ്പൊ കുറവാ, വളരെ കുറവാ. നല്ലൊരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഒരെണ്ണം നമ്മൾ ഇടുന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ നമുക്ക് അത് മേടിച്ചു. അതും വലിയ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ കാണാൻ വേണ്ടിട്ട് അതെ കുറച്ചിപ്പോ വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പത്തില് നല്ലതായിട്ട് ഒറ്റ ഇടണുള്ളൂ. കുറച്ച് വലുതായിട്ട് വേണം, ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. നമുക്ക് പറഞ്ഞ നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട്. എല്ലാവരും വന്ന് മേടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും വന്ന് മേടിക്കാന്ന് പറയാൻ പറ്റില്ല, ആവശ്യമുള്ളവര് അതായത് ഇങ്ങനെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വന്ന് മേടിക്കാം കേട്ടോ. തൃശ്ശൂരാണ്. അപ്പൊ ഒന്ന് വന്ന് മേടിക്കുക താല്പര്യമൊക്കെ ഉള്ളവര്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ.